ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനങ്ങളെ വട്ടം കറക്കി കൈക്കൂലി നൽകാൻ നിർബന്ധിതരാക്കുന്ന ചില ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി MP രാജേഷ്. രഹസ്യ സ്വഭാവമുള്ളതിനാൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാകില്ല. ഷൊർണൂർ ഇനി അതിദാരിദ്ര്യമുക്ത നഗരസഭ. നഗരസഭ അഭയകേന്ദ്രം നാടിന് സമർപ്പിച്ചു. വാണിയംകുളത്ത് ഉത്സവാന്തരീക്ഷത്തിൽ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം. കേരളശ്ശേരിയിൽ ഭവന പദ്ധതി താക്കോൽ ദാനം. വേടനെതിരെ വീണ്ടും BJP. പ്രധാനമന്ത്രിയെ അവഹേളിച്ചെന്നാരോപിച്ച് ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകി. പാട്ടിലൂടെ നരേന്ദ്രമോദിയെ അവഹേളിച്ചെന്നാരോപിച്ച് NIA-യെ സമീപിച്ചത് പാലക്കാട് നഗരസഭ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാർ. ഒറ്റപ്പാലത്ത് തെരുവുനായ ആക്രമണം. മായനൂർ പാലത്തിൽ പ്രഭാത സവാരിക്കിറങ്ങിയ 3 പേരെ കടിച്ചുകീറി. ഒരാളുടെ നില ഗുരുതരം. വടക്കാഞ്ചേരിയിൽ ഇരുചക്രവാഹനവും ലോറിയും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. പാലിയേക്കരയിൽ റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്ന് ലോറിയിൽ കടത്തിയ 124 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. കോയമ്പത്തൂരിലെ വ്യവസായിയെ കബളിപ്പിച്ച് 3 കോടി തട്ടിയെടുത്ത സംഭവത്തിൽ മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമ അറസ്റ്റിൽ. സമൂഹമാധ്യമത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അവഹേളിച്ച ഷൊർണൂരിലെ RSS പ്രവർത്തകൻ റിമാൻഡിൽ. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന BMS. നികുതിയുടെയും ഇന്ധനത്തിന്റെയും പേരിൽ തൊഴിലാളികൾ കൊള്ളയടിക്കപ്പെടുന്നു. പാലക്കാട്ട് കേരള പ്രദേശ് മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനം. ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ഓങ്ങല്ലൂരിൽ. ഡെങ്കിപ്പനിക്കെതിരെ കടുത്ത ജാഗ്രത അനിവാര്യമായ സന്ദർഭമാണിതെന്ന് മുഹമ്മദ് മുഹസിൻ MLA. പരിസര ശുചീകരണം പരമപ്രധാനം. പൂർവ്വകാല പ്രതാപം വീണ്ടെടുക്കാൻ ഒരുങ്ങി പറളി പഴയ പാലം. ബ്യൂട്ടി കോങ്ങാട് പദ്ധതിയിൽ പാലം സംരക്ഷിക്കാനും സൗന്ദര്യവൽക്കരിക്കാനും സർക്കാർ 1 കോടി അനുവദിച്ചു. 1752 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലത്തിന് ഇത് പുനർജന്മം. കൊപ്പം CHC-യിൽ പാലിയേറ്റീവ് ഭിന്നശേഷി കെട്ടിടത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. പുതിയ കെട്ടിടം നിർമ്മിക്കുക. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 99 ലക്ഷം രൂപ ചെലവിൽ. നിർമ്മാണ ചുമതല പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്. വാർത്തകൾ വിശദമായി. ജനങ്ങളെ വട്ടം കറക്കി കൈക്കൂലി നൽകാൻ നിർബന്ധിതരാക്കുന്ന ചില ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി MP രാജേഷ്. രഹസ്യ സ്വഭാവം ആവശ്യമായതിനാലും അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഷൊർണൂർ നഗരസഭ അഭയകേന്ദ്രം ഉദ്ഘാടനവും അതിദാരിദ്ര്യമുക്ത നഗരസഭ പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി MP രാജേഷ്. സർക്കാർ സർവീസിൽ കൈക്കൂലിക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചില കൈക്കൂലിക്കാർ ഇപ്പോഴുമുണ്ട്. ഇവരെ പിടികൂടാൻ സർക്കാർ ജാഗ്രതാപൂർണമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. അപൂർവം ചിലരുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ ഒരു സ്ത്രീയെ പിടിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഒരു 3 ലക്ഷം രൂപ മാസം കിട്ടുന്നുള്ളൂ, ഞാനാണ് ഏറ്റവും കുറവ് കിട്ടുന്ന ആളാണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട് ചിലർ. എല്ലാവരും അങ്ങനെയൊന്നല്ല, ഭൂരിഭാഗവും അങ്ങനെയല്ല. ഇങ്ങനെയും ചിലരുണ്ട്. അവരെ പിടിക്കാനുള്ള അവർക്ക് കിട്ടില്ല. കാരണം ആള് നേരിട്ട് വന്നാലും ചുക്കാൻ പറ്റും. അതിന്റെ ആവശ്യം വരുന്നില്ല. എന്നാലും ചിലരുണ്ട് കേട്ടോ. ഈ നാട്ടുകാർക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ട് കേസ് മാത്രം മുഴുവൻ മനസ്സിലായിട്ടില്ല. അപ്പൊ അതിൽ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ രേഖ ആവശ്യപ്പെടുക, അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വിളിക്കുക, ബോധപൂർവം ഫയൽ കയ്യിൽ വെച്ച് വൈകിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരെ പിടികൂടാനുള്ള ഒരു പരിപാടി ഇപ്പോൾ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ ശരിയാവില്ല. കുറച്ച് ദിവസത്തിനുള്ള അതിന്റെ വിവരങ്ങൾ നിങ്ങൾ അറിയിക്കുക.
അതനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ആൾക്കാർക്ക് കാര്യം വേഗത്തിൽ നടക്കണം. അതിനാണ് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നത്. അത് പരാജയപ്പെടുത്താൻ വളരെ കുറച്ചു പേരാണെങ്കിലും ശ്രമിച്ചാൽ അവരെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. നഗരസഭ ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. LSGD പാലക്കാട് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജിഷ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ലക്ഷ്മണൻ, CDS ചെയർപേഴ്സൺ VC സിന്ധു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ PS സന്ദീപ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് തെരുവുനായ ആക്രമണം, 3 പേർക്ക് കടിയേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. മായന്നൂർ പാലത്തിൽ പ്രഭാത സവാരിക്കിറങ്ങിയവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി റഷീദിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് മുകളിൽ സ്ഥിരം പ്രഭാത സവാരി നടത്തുന്നവർക്ക് നേരെയാണ് തെരുവുനായ ആക്രമണമുണ്ടായത്. അതിരാവിലെ 6 മണിക്കായിരുന്നു സംഭവം. മായന്നൂർ സ്വദേശിനി കോമളവല്ലിക്ക് കാലിൽ കടിയേറ്റു. മറ്റൊരു വയോധികയെ ആക്രമിക്കാൻ ശ്രമിച്ച ശേഷം തിരിഞ്ഞോടിയ നായയാണ് കോമളവല്ലിയെ കടിച്ചത്. പാലത്തിന് മുകളിൽ നടക്കുകയായിരുന്ന റഷീദിനെ മാരകമായി ആക്രമിച്ചു. കാലിലും 2 കൈകൾക്കും നെഞ്ചിലും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റ റഷീദിനെ താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നടക്കാനിറങ്ങിയതാണ് മായന്നൂർ പാലത്തിൻ്റെ അതിൽ. ഏകദേശം ഒരു പകുതി ദൂരമായിരിക്കണം. മായന്നൂർ പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് നായ ഒന്ന് കടിച്ച് വിടുന്നില്ല, കടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒരുപാട് കുടഞ്ഞ് ഓടാൻ നോക്കി പറ്റിയില്ല. അങ്ങനെ കടിച്ചിട്ട് ഒരേ കടി തന്നെയായിരുന്നു. കുറേ ശ്രമിച്ചു നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ ആൾക്കാരൊക്കെ 2-3 ആൾ വന്നു ബൈക്കിൽ. പക്ഷെ അവർ പേടിച്ചിട്ട് അവരും തൊടുന്നില്ല നായല്ലേ. എല്ലാവരും ഒരാൾ ബൈക്കിൽ പോയിട്ട് വടി കൊടുന്നിട്ടാണ് അടിച്ചപ്പോഴാണ് നായ ഒന്ന് വിട്ടത്. റഷീദിന്റെ നില ഗുരുതരമാണ്. തെരുവുനായയെ പിന്നീട് പിടികൂടി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സമ്പൂർണ്ണ സംസ്ഥാനമായി മാറിയെന്ന് MB രാജേഷ്. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച 57 ഭവന പദ്ധതികളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതുപോലെ 2 ബാങ്കുകളിൽ നിന്നുമായി സംസ്ഥാന സർക്കാർ വായ്പയെടുത്ത് കൊടുത്തതാണ്. വായ്പാ ബാധ്യത ഗുണഭോക്താവ് വഹിക്കേണ്ടിയില്ല. ഇതാണ് ഒരു കണക്ക്. അപ്പോൾ 18,000 കോടി ചെലവഴിച്ചതിൽ 16,000 കോടിയും നമ്മൾ വഹിച്ചതാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയധികം തുക ഒരു ഭവന പദ്ധതിക്ക് കൊടുക്കുന്നില്ല. കേരളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് തെലങ്കാനയാണോ ആന്ധ്രയാണോ എനിക്ക് വ്യക്തമല്ല. ഇതിലേത് ഒരു സംസ്ഥാനമാണ്. അത് 1,80,000. നമ്മുടെ തന്നെ പകുതിയിൽ താഴെയാണ്. യോഗത്തിൽ അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. VEO സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A പ്രശാന്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, ബ്ലോക്ക് അംഗങ്ങളായ B നന്ദിനി, A രജനി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OK രാമചന്ദ്രൻ, M രമ, പഞ്ചായത്ത് സെക്രട്ടറി രജനി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വേടനെതിരെ വീണ്ടും BJP. വേടന്റെ പാട്ടിനെതിരെ NIAക്ക് പരാതി നൽകി. പാട്ടിലൂടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരസഭ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകിയത്. മോദി കപട ദേശീയവാദിയാണെന്ന അവഹേളനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. വടക്കാഞ്ചേരിയിൽ ഇരുചക്രവാഹനവും ലോറിയും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. ഷൊർണൂർ തൃശൂർ റൂട്ടിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് രാവിലെ 7 മണിക്കായിരുന്നു അപകടം. പഴയന്നൂർ വെള്ളാർകുളം സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. സംസ്ഥാന പാതയിൽ രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ ഇരുചക്രവാഹനം പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കൃഷ്ണൻകുട്ടിയെ ഉടൻ 108 ആംബുലൻസിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി
തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡെങ്കിക്കെതിരെ കടുത്ത ജാഗ്രതയും പരിസര ശുചിത്വവും ഉറപ്പാക്കണമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ഓങ്ങല്ലൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലത്തെ കൊതുക് നശീകരണം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയണം. അത്തരത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കാതിരിക്കാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. നമ്മൾ വളരെ കൃത്യമായി ഉറവിടത്തിൽ തന്നെ ഡെങ്കു കൊതുകുകൾ നശിപ്പിക്കാനും അത് മുട്ടയിടുന്നത് ഇല്ലാതെയാക്കാനുള്ളതാണ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈഡിസ് കൊതുകുകൾ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ പരിസര ശുചീകരണം ഉറപ്പുവരുത്തുക, ഡ്രൈ ഡേ ആചരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അത് ചെടിച്ചട്ടിയിലാവാം, മറ്റു പലതിലുമാകാം. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് പൂർണ്ണമായി ഇല്ലാതെയാണ്. ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം, ഉറവിടങ്ങൾ പരിശോധിക്കാം, വൃത്തിയാക്കുക, മൂടിവെക്കുക എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം. ഓങ്ങല്ലൂർ പാറപ്പുറം PMJ ഓഡിറ്റോറിയത്തിലാണ് ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. ഓങ്ങല്ലൂർ പ്രദേശത്തെ രോഗവ്യാപന നിയന്ത്രണ പദ്ധതി പ്രകാശനവും മുഖ്യപ്രഭാഷണവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ നിർവഹിച്ചു. ഓങ്ങല്ലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ വിശദീകരണം നടത്തി. KR ദാമോദരൻ ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ A. ഷാബിറ ടീച്ചർ, AN നീരജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, ജലജ ശശികുമാർ, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ആശ ജലാൽ, MK ഉഷ, MP പ്രഭാത്, ഉണ്ണികൃഷ്ണൻ, G. വരുൺ, ബൈജുകുമാർ, VM കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ഗീതു മറിയ ജോസഫ് സ്വാഗതവും S. സയന നന്ദിയും പറഞ്ഞു. ബോധവൽക്കരണ സെമിനാർ, ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ റാലി എന്നിവയുമുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. താലിയേക്കരയിൽ റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്ന് ലോറിയിൽ കടത്തിയ 124 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്ന് വെളുപ്പിന് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ അറസ്റ്റിലായി. എറണാകുളം ആലുവ സ്വദേശികളായ ആഷ്ലിൻ താരിസ്, തൃശൂർ ചേരുംകുഴി സ്വദേശി ഷിജു, പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശി ജാബിർ എന്നിവരാണ് അറസ്റ്റിലായത്. ചാലക്കുടി DYSPയുടെ ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവർ. ലോറിയിൽ ചാക്കുകളിൽ നിറച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വഴി എവിടെയെല്ലാം കഞ്ചാവ് വിതരണം ചെയ്തു, ബാക്കിയുണ്ടായിരുന്ന കഞ്ചാവ് എവിടേക്കാണ് കൊണ്ടുപോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളുടെ മൊബൈൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോയമ്പത്തൂരിലെ വ്യവസായിയെ കബളിപ്പിച്ച് 3 കോടി രൂപ തട്ടിയെടുത്ത മുതലമടയിലെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമ അറസ്റ്റിൽ. സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ 63 വയസ്സുള്ള സുനിൽ ദാസിനെയാണ് മധുരയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്രസ്റ്റിന് റിസർവ് ബാങ്ക് 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും തുക പിൻവലിക്കാൻ 3 കോടി നൽകണമെന്നും അഭ്യർത്ഥിച്ച് പേര് വെളിപ്പെടുത്താത്ത വ്യവസായിയെ സുനിൽദാസ് കബളിപ്പിക്കുകയായിരുന്നുവെന്നും സമാനമായ നിരവധി തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. സമൂഹമാധ്യമത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വികലമായി ചിത്രീകരിച്ച RSS പ്രവർത്തകൻ റിമാൻഡിൽ. ഷൊർണൂർ മുണ്ടായ സ്വദേശി ഉണ്ണികൃഷ്ണനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ SRR ഉണ്ണി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വികലമായി ചിത്രീകരിച്ച സന്ദേശം പങ്കുവച്ചതിനാണ് ഷൊർണൂർ പോലീസിൻ്റെ നടപടി. മെയ് 16-നാണ് ഇയാൾ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം വികലമാക്കിക്കൊണ്ടുള്ള സന്ദേശം പങ്കുവച്ചത്. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഷൊർണൂർ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളത്തുകാരുടെ കമ്മ്യൂണിറ്റി ഹാൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 2,40,00,000 രൂപ ചെലവിലാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത്. ഈടാക്കുന്ന പിഴയുടെ 4/1 പ്രതിഫലം, അതായത് 25,000 പിഴ ഈടാക്കിയാൽ 6,250, 50,000 പിഴ ഈടാക്കിയാൽ 12,500. 50,000 പിഴ ഈടാക്കാൻ പറ്റുന്ന ഒറ്റ കേസ് ഒരു ദിവസം പിടിച്ചാൽ മതി. പിന്നെ വേറെ ഒന്നും എനിക്കച്ച പോവാം. ദിവസം 12,500 രൂപ വരുമാനമായി. അപ്പോൾ ആളുകൾക്കും ഒരു പേടി കാണും അങ്ങനെ വലിച്ചെറിയാൻ. ഞാൻ പറഞ്ഞു വന്നത്, വികസനം നടക്കുന്നതോടൊപ്പം തന്നെ എന്ത് വേണം? വൃത്തിയും കൂടി ഉണ്ടാവണം. നമുക്ക് നല്ല റോഡ് വേണം, നല്ല സൗകര്യങ്ങൾ വേണം, പക്ഷെ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് അത്ര നിർബന്ധമില്ല. ആ നിർബന്ധം കൂടി ഉണ്ടാവണം. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം പഞ്ചായത്ത് AE MK ശാന്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്രീലത, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ C സൂരജ്, VP സിന്ധു, P ഹരിദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, ബ്ലോക്ക് മെമ്പർ P കനകരാജൻ, പഞ്ചായത്ത് അംഗം V സിന്ധു, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ, ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ, തോൽപ്പാവക്കൂത്ത് കലാകാരൻ KK രാമചന്ദ്ര പുലവർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K കൃഷ്ണകുമാർ, T സുനിൽ, ഹംസ ഇടക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ സ്വാഗതവും സെക്രട്ടറി AK വിനോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വർഗീയതയ്ക്കും സാമൂഹിക ജീർണതയ്ക്കും എതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് മണ്ണൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ലഹരിയും അതുപോലെ തന്നെ സാമൂഹിക ജീർണതയും എല്ലാം പ്രധാനമായും നമുക്കറിയാം ഏറ്റവും വലിയ മാരക വിപത്തുകളാണ് എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും വലിയ മാരക വിപത്ത് എന്ന് പറഞ്ഞാൽ 3 മാരക വിപത്താണ്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വർഗീയതയാണ്. ആ വർഗീയത എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത് തന്നെ നമ്മൾ വർഗീയ കലാപം നടന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി സിന്ധുവാണ് ജാഥ ക്യാപ്റ്റൻ. സുബൈദയാണ് വൈസ് ക്യാപ്റ്റൻ. ജാഥ മാനേജർ KK ഗൗരി ടീച്ചർ, PC സുമ എന്നിവർ സംസാരിച്ചു. പത്തിരിപ്പാല, ലക്കിടി, പാലപ്പുറം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് ജാഥ ഒറ്റപ്പാലത്ത് സമാപിച്ചു. സ്വീകരണ യോഗത്തിൽ ബാലസംഘം കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. 130ഓളം പേരാണ് ജാഥയിൽ അണിനിരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊപ്പം CHCയിൽ പാലിയേറ്റീവ് ഭിന്നശേഷി കെട്ടിടത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. മുഹമ്മദ് മുഹസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 99 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ആശുപത്രിയിലെ വാക്സിനേഷൻ, മീറ്റിംഗുകൾ, ക്യാമ്പുകൾ തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് കൂടി ഉതകുന്ന വിധത്തിലാണ് കെട്ടിടം നിർമ്മിക്കുക. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും മെഡിക്കൽ ഓഫീസർമാർ അടക്കമുള്ള ജീവനക്കാരും ഈ ആവശ്യം മുൻനിർത്തി MLAക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ തുക അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിനാണ് നിർമ്മാണ ചുമതല. അംഗീകൃത ഏജൻസി മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ രൂപരേഖയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും വിശദമായ പ്ലാൻ തയ്യാറാക്കുന്നതിനുമായി MLA നിയുക്ത എഞ്ചിനീയർമാർക്കൊപ്പം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ ജലാൽ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, ഡോക്ടർ ഫസീല, ഹെൽത്ത് സൂപ്പർവൈസർ അബ്ദുൾ മജീദ്, വാർഡ് മെമ്പർ ഷഫീഖ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ്, PRO സാബിർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പഴയ പ്രതാപം വീണ്ടെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് പറളി പഴയ പാലം. ബ്യൂട്ടി കോങ്ങാട് പദ്ധതിയിൽ പാലം സംരക്ഷണത്തിനും പാർക്ക് സജ്ജീകരിക്കാനുമായി സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. ഇതോടെ 1852 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ പറളി പാലത്തിന് പുനർജന്മമാകും. കാലപ്പഴക്കത്താൽ നാശഭീഷണി നേരിടുന്ന പാലത്തിന്റെ പഴമ നിലനിർത്താനും പാലത്തിൽ വയോജനങ്ങൾക്കും മറ്റും ഇരിക്കാനും വിശ്രമിക്കാനുമായി മനോഹരമായി പാർക്ക് സജ്ജീകരിക്കാനും ശുചിമുറി,
ലഘുഭക്ഷണശാല എന്നിവ ഏർപ്പെടുത്താനുമാണ് പദ്ധതി. പാലത്തിൽ ഇരിപ്പിടങ്ങൾ, ലൈറ്റ് എന്നിവയും സ്ഥാപിക്കും. പദ്ധതി നടത്തിപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പദ്ധതി നിർവഹണ വിഭാഗമായ കെല്ലിൻ്റെ ഉദ്യോഗസ്ഥരും കെ ശാന്തകുമാരി MLAയും മറ്റ് ജനപ്രതിനിധികളും പാലം സന്ദർശിച്ചിരുന്നു. ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഈ പദ്ധതി പ്രകാരം 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും കോങ്ങാട് മണ്ഡലത്തിൽ പറളി പഴയ പാലമാണ് ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. എന്നാൽ BOT കോങ്ങാട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പറളി പഴയ പാലത്തിലൂടെ ഗതാഗതം അനുവദിക്കില്ലെന്നാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് BMS. പാലക്കാട്ട് നടന്ന ജില്ലാ മോട്ടോർ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനത്തിലാണ് ഈ ആവശ്യമുയർന്നത്. ടാക്സിൻ്റെ പേരിലും ഇന്ധനത്തിൻ്റെ പേരിലും മോട്ടോർ തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന ഈ കാലഘട്ടത്തിൽ സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകി അവർക്ക് സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാനുള്ള അവസരം നൽകണമെന്നും മാന്യതയുള്ള തൊഴിൽ സാഹചര്യം ഒരുക്കി നൽകണമെന്നും സമ്മേളനത്തിൽ കേരള പ്രദേശ് ഓട്ടോറിക്ഷ മസ്ദൂർ ഫെഡറേഷൻ BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി KN മോഹനൻ ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് K രാജേഷ് അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ, മോട്ടോർ ക്ഷേമനിധി ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ VR സതീഷ് കുമാർ, യൂണിയൻ പ്രസിഡന്റ് K രാജേഷ്, ജനറൽ സെക്രട്ടറി V രാജേഷ്, ട്രഷറർ B വിജയരംഗം, M വീനസ് എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ താരേക്കാട് മോയൻ സ്കൂളിന് മുന്നിൽ നിന്ന് തൊഴിലാളികളുടെ പ്രകടനവുമുണ്ടായി. പുതിയ ഭാരവാഹികളായി V രാജേഷ് പ്രസിഡന്റ്, U പരശുറാം, KV ഉദയകുമാർ, ധനപാലൻ പട്ടാമ്പി, രാജീവ് ഷൊർണൂർ, MR റിക്സൺ വൈസ് പ്രസിഡന്റുമാർ, ശശി ചോറോട്ടൂർ ജനറൽ സെക്രട്ടറി, M വീനസ്, KV ഹരിഗോവിന്ദൻ, KG സഹദേവൻ, R സുഭാഷ്, KR രാജൻ, KK ചാമുണ്ണി, ഗോപിനാഥ് വടക്കഞ്ചേരി, രാജൻ കൊല്ലങ്കോട്, K രാജൻ, K അഭിലാഷ് ജോയിന്റ് സെക്രട്ടറിമാർ, B വിജയരംഗം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഹരിതം നഗരം ക്യാമ്പയിൻ വിമൻ ഫോർ ട്രീയുടെ പ്രചരണാർത്ഥം ഷൊർണൂരിൽ റാലി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് അമൃത് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന അമൃത് മിത്ര പദ്ധതിയുടെ ഉദ്യമമായ ഹരിതനഗരം ക്യാമ്പയിൻ പദ്ധതിക്കാണ് സംസ്ഥാനത്ത് തുടക്കമായത്. അമൃത് മിഷൻ കുടുംബശ്രീ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുള്ള ബോധവൽക്കരണ പരിപാടി കൂടിയായാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതി ദിനം മുതൽ ഓഗസ്റ്റ് വരെയാണ് വൃക്ഷത്തൈകൾ നടുക. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 93 നഗരസഭകളിലും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ തണൽ വൃക്ഷങ്ങളും ഫലവൃക്ഷത്തൈകളും നടും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി അമൃതും കുടുംബശ്രീയും സംയുക്ത സ്ഥലപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകുകയും അവരെക്കൊണ്ട് വൃക്ഷത്തൈകൾ നടിയിക്കുകയും സെപ്റ്റംബർ മുതൽ 2 വർഷം അമൃതമിത്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃക്ഷത്തൈ പരിപാലനവും നടത്തും. പദ്ധതിയുടെ പ്രചരണ പരിപാടികളുടെ ഫ്ളാഗ് ഓഫ് നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു. നമ്മുടെ കുളങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും കുളങ്ങളുടെ പരിപാലനത്തോടൊപ്പം തന്നെ കുളങ്ങൾക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ നാലുപുറവും മരങ്ങൾ വെച്ചിട്ടുണ്ട് സംരക്ഷിക്കുക. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് അത് അനുബന്ധിച്ചുകൊണ്ടുള്ള നമ്മുടെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നഗര സൗന്ദര്യവൽക്കരണം ഏറെ മുന്നോട്ട് പോയ ഇന്ന് നമ്മുടെ ഷൊർണൂർ നഗരസഭയിൽ കുറെ കൂടി ഹരിത നഗരം ക്യാമ്പയിൻ്റെ ഭാഗമായി കുറച്ചുകൂടി വിപുലപ്പെടുത്തുക എന്നതാണ് ഈ അമൃതിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇതും നമ്മുടെ നഗരസഭയിൽ മികച്ച രീതിയിൽ തന്നെ പോകാനായിട്ട് സാധിക്കും. നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, CCM KC അശോക്, HI വിനോദ് കുമാർ, അമൃത് ക്ലാർക്ക് സുരേഷ്, NULM നോഡൽ ഓഫീസർമാരായ ജീഷ്മ, ബിജിത, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് വാട്ടർ എക്സ്പെർട്ട് T നിഖിൽ, അയൽക്കൂട്ട അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് സ്റ്റേഡിയം IMA ജംഗ്ഷൻ ബൈപ്പാസ് റോഡിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ 8 വഴിയോര കച്ചവടക്കാർക്കാണ് ഒഴിയാൻ നോട്ടീസ് നൽകിയത്. നഗരസഭയുടെ നീക്കത്തിനെതിരെ അസോസിയേഷൻ നടത്തിയ ധർണ സംസ്ഥാന പ്രസിഡന്റ് MM കബീർ ഉദ്ഘാടനം ചെയ്തു. നഗരവികസനത്തിന് സംഘടന എതിരല്ലെന്നും കുടുംബം പോറ്റുന്ന പാവപ്പെട്ട കച്ചവടക്കാരുടെ അന്നം മുട്ടിക്കുന്ന നടപടി അനുവദിക്കില്ലെന്നും സമരം ഉദ്ഘാടനം ചെയ്ത MM കബീർ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സണെ നേരിൽ കണ്ട് പ്രശ്നം ചർച്ച ചെയ്യും. പരിഹാരമായില്ലെങ്കിൽ തുടർ സമരപരിപാടികൾ നടത്തും. കച്ചവടക്കാരായ ഗംഗാധരൻ, ബാലൻ, രാമനുണ്ണി, ആയിഷ, കൃഷ്ണകുമാരി എന്നിവർ പ്രസംഗിച്ചു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൈപ്പാസിലേക്ക് പോകുന്ന ഫുട്പാത്തിൻ്റെ താഴെ കീഴിലാണ് 15ഓളം വഴിയോര കച്ചവടക്കാർ അവരുടെ കുടുംബം വളർത്തുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പെട്ടെന്ന് വന്ന് മുനിസിപ്പാലിറ്റിയിൽ ചില ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇവിടെ കമ്പിവേലി കെട്ടാൻ പോവുകയാണ്, നിങ്ങളിവിടുന്ന് പെട്ടി മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരോട് അപേക്ഷിച്ചു, ഇവിടുന്ന് പെട്ടി മാറ്റി കഴിഞ്ഞാൽ 15ഓളം കുടുംബങ്ങൾ അനാഥരാകും, അവർക്ക് ഭക്ഷണത്തിന് വഴിമുട്ടും, അവർ വഴിയാധാരം. അതുകൊണ്ട് ഒന്നും നമ്മളെ സഹായിക്കാനുള്ള സന്മനസ് മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ, നടപടികൾ അവർ സ്വീകരിക്കണമെന്ന് താഴ്മയോടുകൂടി അവരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതിയ രുചിക്കൂട്ടുമായി തൃശ്ശൂരിലെ എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയിലെ കുടുംബശ്രീയുടെ പുട്ട് പാചക മത്സരം. മസാലപ്പുട്ട്, ഡ്രൈ ഫ്രൂട്ട്സ് പുട്ട്, മാമ്പഴപ്പുട്ട്, പനീർ മസാല, കൊള്ളി, റാഗി, ക്യാരറ്റ് തുടങ്ങിയ ഒട്ടേറെ വ്യത്യസ്ത ഇനങ്ങളിലായിരുന്നു പുട്ട് പാചക മത്സരം. നേരത്തെ സൂചിപ്പിച്ചവയെ കൂടാതെ പപ്പായ, ചക്ക, ചീര, ശംഖുപുഷ്പം, പൈനാപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാബേജ്, കടച്ചക്ക, കൂൺ, പനീർ, എള്ള്, മുരിങ്ങയില മസാലപ്പുട്ട്, ചക്കക്കുരു മസാലപ്പുട്ട്, അങ്ങനെ ആവി പറക്കും പുട്ടിൽ അക്ഷരാർത്ഥത്തിൽ രുചിപ്പെരുമ തീർക്കുകയായിരുന്നു മത്സരവേദി. ഒന്നാം സ്ഥാനം പൈനാപ്പിൾ, എള്ള്, ക്യാരറ്റ് പുട്ടുകൾ തയ്യാറാക്കിയ അന്തിക്കാട് ബ്ലോക്കിലെ താന്യം CDS അംഗം ഉഷ ജയൻ കരസ്ഥമാക്കി. കൊടകര ബ്ലോക്കിലെ അളഗപ്പ നഗർ CDSലെ അരുന്ധതിയും വടക്കാഞ്ചേരി ബ്ലോക്കിലെ മുള്ളൂർക്കര CDSലെ വിജിതയും രണ്ടാം സ്ഥാനം പങ്കിട്ടു. മൂന്നാം സ്ഥാനത്തിന് വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലെ പടിയൂർ CDS അംഗം സിൽവി ഷാജിയും മുല്ലശ്ശേരി ബ്ലോക്കിലെ വെങ്കിടങ്ങ് CDS അംഗം വാഹിദയും അർഹരായി. എൻ്റെ കേരളം പ്രദർശനത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തലത്തിൽ പാചക മത്സരം നടത്തിയിരുന്നു. അതിലെ വിജയികളാണ് ജില്ലാതല പാചക മത്സരത്തിൽ പങ്കെടുത്തത്. 5 ദിവസങ്ങളിലായി ജ്യൂസ്, പായസം, പുട്ട്, കേക്ക്, നാടൻ വിഭവങ്ങൾ എന്നീ ഇനങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഒരേ ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് പഠിച്ചു. വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെങ്കിലും ഉറ്റ മിത്രങ്ങളായി. വിദ്യാഭ്യാസ കാലത്തിന് ശേഷം വഴിപിരിഞ്ഞവർ വർഷങ്ങൾക്കു ശേഷം ഒരേ സർക്കാർ സ്ഥാപനത്തിൽ ജോലിക്കാരായി. ഗവൺമെന്റ് പ്രസ്സിലെ 35 വർഷത്തെ സേവനത്തിനു ശേഷം അടുത്ത ദിവസം ഒരുമിച്ച് പടിയിറങ്ങുകയാണ് അവർ 3 പേര്. ഷൊർണൂർ ഗവൺമെന്റ് പ്രസ്സിൽ ജനറൽ ഫോർമാനായ കല്ലിപ്പാടം തുളസി നിലയത്തിൽ തുളസീധരനും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റുമാരായ ഒറ്റപ്പാലം തൃക്കങ്ങോട് ലക്ഷ്മി നിവാസിൽ P. വിജയകുമാറും നിലവിൽ മണ്ണന്തല പ്രസ്സിൽ ബൈൻഡർ സീനിയർ ഫോർമാനായ ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശിയായിരുന്ന EN ബിനോയുമാണ് ഈ സൗഹൃദ കഥയിലെ നായകന്മാർ. ഞാനും വിജയനും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ശരിക്കും പറഞ്ഞ ഒരു ബെഞ്ചിലിരുന്ന് ഞങ്ങൾ പഠിച്ചിരുന്നത്. ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കളിക്കും ഒക്കെ ചെയ്ത് ഒരുമിച്ച്. അതുപോലെ തുളസി എൻ്റെ തൊട്ട് അയൽവക്കത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ ഞാനും തുളസി ഒരുമിച്ച് സ്കൂളിൽ പോലും ആനപ്പാറ വഴി സ്കൂളിൽ ചുറ്റി KVR നടന്നു വരലും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദമായിരുന്നു ഞങ്ങളെല്ലാവരും. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനും തുളസി NSS പോയി. വിജയൻ NSS കോളേജിലും പഠിച്ചു തുടങ്ങി. അങ്ങനെ
ഇവർ രണ്ടുപേരും നേരത്തെ ജോലിക്ക് കയറി, ഞാൻ കുറച്ച് വൈകി. ഞാൻ 99 ജോലിക്ക് കയറിയത്. എനിക്ക് 1984 ഷൊർണൂർ KVR സ്കൂളിലാണ് 3 പേരും കണ്ടുമുട്ടുന്നത്. പിന്നീട് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠനം. ക്ലാസ് ലീഡർക്ക് വേണ്ടിയുള്ള മത്സരം വന്നപ്പോൾ വിജയൻ SFIയിലും തുളസീധരൻ KSUവിലും മത്സരിച്ചു. തുളസീധരനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വിജയകുമാർ പരാജയപ്പെടുത്തിയെങ്കിലും ജീവിതത്തിലെ സൗഹൃദ ബന്ധത്തിൽ ചേർത്ത് പിടിച്ചു. പിന്നീട് തുളസീധരനും ബിനോയും ഒറ്റപ്പാലം NSS കോളേജിലേക്കും വിജയകുമാർ ഷൊർണൂർ SN കോളേജിലേക്കുമായി വഴിപിരിഞ്ഞു. 8ാം ക്ലാസ് മുതൽ ഞങ്ങൾ 3 ആളും ഒന്നിച്ചിട്ട് KVR സ്കൂളിൽ പഠിക്കുകയും SLC ബാച്ച് 84 കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാനും ബിനോയും NSS കോളേജിൽ പഠിക്കുകയും വിജയൻ SN കോളേജിൽ പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 89 കാലഘട്ടത്തിൽ ഞാൻ ജോലിക്ക് കയറുമ്പോൾ വിജയൻ 90ലും കയറി. വിജയൻ LD കളക്ടറായിട്ടാണ് ജോലിക്ക് കയറിയെങ്കിലും ഞാൻ കമ്പോസിറ്റർ, അന്നത്തെ ലെറ്റർ ബോക്സിലെ കമ്പോസിറ്ററായിട്ടാണ് ജോലിക്ക് കയറിയത്. ബിനോയ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് സർക്കാർ സർവീസിൽ ബൈൻഡറായിട്ട് എറണാകുളം ക്യാമ്പസിൽ ജോലിക്ക് കയറിയത്. എന്നിരുന്നാലും ഞങ്ങൾ 3 ആളും ഒറ്റക്കെട്ടായിട്ടാണ് പല കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നെങ്കിലും ഇപ്പോഴും ആ കൂട്ടുകെട്ട് വിട്ടുപിരിയാണ്ട് 1989 നവംബർ 1 LD ക്ലർക്കിലൂടെ വിജയകുമാറും 90-ൽ കമ്പോസ്റ്റർ ഗെയിൻ സെക്കൻഡ് തസ്തികയിലൂടെ തുളസീധരനും 99-ൽ ബൈൻഡർ ഗ്രേഡ് 2 തസ്തികയിലൂടെ ബിനോയും സർക്കാർ സർവീസിലെത്തി. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോട്ടയം ജില്ലകളിലെ സർക്കാർ പ്രസ്സിൽ ജോലി ചെയ്ത ശേഷം 2024 മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായി ഷൊർണൂർ കുളപ്പുള്ളി പ്രസ്സിലെത്തി. ഞാനും ബിനോയും ഷൊർണൂരിലെ ആര്യഞ്ചർ സ്കൂളിലെ 1ാം ക്ലാസ് തുടങ്ങിയാണ്. KVR SLC പൂർത്തിയായിരിച്ചു. പിന്നീട് സർവീസിൽ കയറി. ഞാൻ 16/3/90 ഇവിടെ സർവീസിൽ കയറി. തിരുവനന്തപുരം ഗവൺമെന്റ് സർവീസിൽ കയറി. 31/3/20 ഇവിടെ പെൻഷനാണ്. തുളസിയെ സംബന്ധിച്ച് ആര്യഞ്ചർ KVR സ്കൂളിൽ നിന്ന് തുടങ്ങിയ കാലഘട്ടത്തിൽ തുടങ്ങിയ വിദ്യാഭ്യാസം തുടർന്ന് PDയിലേക്ക് തുളസി NSS കോളേജ് നാഷണൽ കോളേജിലേക്ക് മാറി. പ്രാഥമിക വിദ്യാഭ്യാസം കൂടി സർവീസിൽ ഇവിടെ ഷൊർണൂർ പ്രസിൽ തുളസി പ്രവേശിച്ചു. ഇവിടുത്തെ ജനഫോർ തസ്തികയിൽ നിന്നാണ് വിരമിക്കുന്നത്. ഏറ്റവും ടെക്നിക്കൽ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ഹെഡായ ആണ് തുളസീധരൻ. ബിനോയ് ആണെങ്കിൽ തിരുവനന്തപുരം ഗവൺമെന്റ് പ്രസിലെ മണ്ണന്തലയിലെ ബൈൻഡിംഗ് സെക്ഷൻ സീനിയർ ഫോർമാനായി വിരമിക്കുകയാണ്. സർവീസിൽ ഏറ്റവും കിട്ടാവുന്ന ഉയർന്ന തസ്തികയാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ എന്നെ മുമ്പിലുണ്ടായിരുന്ന ആളുകൾ, പൂർവ്വസൂര്യ ആളുകൾ, അവർ എടുത്ത ആ നല്ല കാര്യങ്ങൾ, എടുത്ത തീരുമാനങ്ങൾ അതുപോലെ അനുസരിക്കാൻ കഴിഞ്ഞു എന്ന ആത്മാർത്ഥ വിശ്വാസത്തോടെയാണ് പടിയിറങ്ങുന്നത്. പ്രിന്റിംഗിൽ മോഡേൺ മിഷനറി സംവിധാനങ്ങൾ പ്രസ്സിലെത്തിക്കുന്നതിന് വിജയകുമാർ വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 1 ലക്ഷം പ്രിന്റിംഗ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഷൊർണൂർ സർക്കാർ പ്രസ്സിൽ ഇന്നുണ്ട്. തുളസീധരൻ ആദ്യഘട്ടത്തിൽ വയനാട് പ്രസ്സിലാണ് ജോലി ചെയ്തതെങ്കിലും പിന്നീട് 33 വർഷമായി ഷൊർണൂർ സർക്കാർ പ്രസ്സിലുണ്ട്. 2019 മുതൽ ജനറൽ ഫോർമാനുമായി. ബിനോയ് എറണാകുളം, ഷൊർണൂർ, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ജോലി ചെയ്തു. ഷൊർണൂരിൽ 15 വർഷം സേവനമനുഷ്ഠിച്ചു. സർക്കാർ പ്രസിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ നേട്ടങ്ങൾ സമ്മാനിച്ച മൂവരും മെയ് 31 ഒരുമിച്ചാണ് പടിയിറങ്ങുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വനം വകുപ്പ് വാക്കുപാലിച്ചില്ല. മലമ്പുഴയിൽ ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി വളർത്തുനായയെ പിടിച്ചു. പ്രദേശത്ത് വളർത്തുമൃഗങ്ങളെ പുലി വ്യാപകമായി കൊന്നു തിന്നുമ്പോഴും കൂട് കെണി സ്ഥാപിക്കാമെന്ന വനംവകുപ്പിന്റെ വാഗ്ദാനം ഇന്നും ജലരേഖയാണ്. മലമ്പുഴ എലിവാൽ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലാണ് വീണ്ടും പുലിയെത്തി നായയെ പിടികൂടിയത്. കഴിഞ്ഞ 14-ാം തീയതിയും ഇവിടെ പുലിയെത്തി നായയെ പിടികൂടിയിരുന്നു. നിരവധി തവണ പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്ന ഈ പ്രദേശത്ത് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് പറഞ്ഞെങ്കിലും കൂട് ഇനിയും സ്ഥാപിച്ചിട്ടില്ല. ഈ വർഷം 4-ാം തവണയാണ് കൃഷ്ണന്റെ വീട്ടിൽ പുലിയെത്തുന്നത്. വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ചാണ് നായയെ പുലി പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൃഷ്ണന്റെ വീട്ടിലെ 2ാമത്തെ വളർത്തുനായയെയും പുലി പിടികൂടിയത്. മേഖലയിൽ വളർത്തുമൃഗങ്ങളെ ലക്ഷ്യമിട്ടാണ് പുലി എത്തുന്നത്. കൂട് സ്ഥാപിക്കാൻ ഇനിയും വൈകരുതെന്ന് നാട്ടുകാർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJP വള്ളത്തോൾ നഗർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു. വികസിത കേരളം എന്ന നാമകരണത്തിൽ നടന്ന ശില്പശാല അഡ്വക്കേറ്റ് ശങ്കുണ്ണിദാസ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് V. നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PR. രാജകുമാർ, വിപിൻ കൂടിയേടത്ത്,
എന്നിവർ വിഷയാവതരണം നടത്തി. കെ ബാലകൃഷ്ണൻ, പി കെ മണി, മണ്ഡലം ജനറൽ സെക്രട്ടറി മുകേഷ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി CP നാരായണൻ, കെ ധന്യ ടീച്ചർ എന്നിവർ സംസാരിച്ചു. അതിൻ്റെ പടയാളികളാണ് വരാൻ പോകുന്ന നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമ്മുടെ പ്രാദേശികമായ സ്ഥലത്ത്, നമ്മുടെ വാർഡുകളിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ തനത് വിദ്യാഭ്യാസ എജുവേഗയുടെ ഭാഗമായി എജു കോൺക്ലേവ് സംഘടിപ്പിക്കും. മെയ് 24 മുതൽ 29 വരെയാണ് കോൺക്ലേവ് എന്ന് പഞ്ചായത്ത് അധികൃതർ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓരോ ദിവസവും വിവിധ സെഷനുകൾ ഉൾപ്പെടുത്തി നടത്തുന്ന വിദ്യാഭ്യാസ പരിപാടിയാണ് എജു കോൺക്ലേവ്. കരിയർ ഗൈഡൻസ് രംഗത്ത് വിദഗ്ധർ നയിക്കുന്ന കരിയർ ക്ലിനിക് പ്രോഗ്രാം, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന സ്നേഹോപഹാരം പരിപാടി, തിരുവേഗപ്പുറ പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും സംഗമം, പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും അധ്യാപകരുടെ സംഗമമായ ടീച്ചേഴ്സ് മീറ്റ്, ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, കുട്ടികൾക്കൊപ്പം വളരാമെന്ന പേരിൽ എഫക്റ്റീവ് പാരൻറ്റിംഗ് പ്രോഗ്രാം തുടങ്ങി വിവിധ പരിപാടികളാണ് 6 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു. രാജ്യസഭാ MP-യും സുപ്രീം കോടതി അഭിഭാഷകനുമായ ഹാരിസ് ബീരാൻ, പാലക്കാട് MP VK ശ്രീകണ്ഠൻ, MLA-മാരായ മുഹമ്മദ് മോസിൻ, നജീബ് കാന്തപുരം, ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ആൽഫ, സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ PMA ഗഫൂർ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ സുനിജ, ജില്ലാ എഡ്യൂക്കേഷണൽ ഓഫീസർ സിജു തോമസ്, ജില്ലാ ശുചിത്വ മിഷൻ ഡയറക്ടർ വരുൺ തുടങ്ങി പ്രമുഖർ പരിപാടികളിൽ പങ്കെടുക്കും. മുഴുവൻ വിദ്യാലയങ്ങളിലെയും അധ്യാപകരുടെ സംഗമം നടത്തി 2025-26 അക്കാദമിക് ഇയറിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടക്കുന്ന വിദ്യാലയങ്ങളായി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമം നടക്കുകയാണ്. അതിനുവേണ്ട സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടീച്ചേഴ്സിനുള്ള ഹാൻഡ് ബുക്ക് ആണെങ്കിലും കുട്ടികൾക്കുള്ള വായനാ കാർഡാണെങ്കിലും ഒക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ എജുവേഗ പദ്ധതിയിലൂടെ സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ തന്നെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ LSS USS പരീക്ഷയുടെ സ്കോളർഷിപ്പ് പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ അഭിമാനിക്കാൻ ഉതകുന്ന രീതിയിൽ 132 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ശുചിത്വ സംസ്കാരത്തിന് ഊന്നൽ നൽകിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KA അസീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് കാഞ്ചന രാകേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M രാധാകൃഷ്ണൻ, ബുഷറ ഇക്ബാൽ, AK മുഹമ്മദ് കുട്ടി, AS ജിൻസി ജോസ്, പ്രധാനാധ്യാപകൻ MK ഏലിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃസംഗമത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി തൊഴിൽ പരിശീലനം സംഘടിപ്പിച്ചു. വടത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി ഉദ്ഘാടനം ചെയ്തു. മാതൃസംഗമം പ്രസിഡന്റ് K ചിത്രലേഖ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ M പ്രീതി, പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു, SMC ചെയർമാൻ HS സബീർ, CH ഹഫ്സത്ത്, KK സുജാത തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ സുബിൻ ചെറുതുരുത്തി ക്ലാസിന് നേതൃത്വം നൽകി. നമ്മുടെ സ്വന്തം നമ്മുടെ കയ്യിലൊരു വരുമാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. ഇതിപ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ക്വാളിറ്റി കൂടിയ ലക്ഷറി സോപ്പ് നിർമ്മാണം നടന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് സൊല്യൂഷനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രയത്നിച്ച് ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ തന്നെ നമുക്ക് 5 വീടിന് കൊടുത്താൽ തന്നെ തീർച്ചയായും ജീവിക്കാൻ കഴിയും. പട്ടാമ്പി മേൽമുറി ALP സ്കൂൾ 100ാം വാർഷികാഘോഷവും കെട്ടിട ഉദ്ഘാടനവും മെയ് 24 ശനിയാഴ്ച നടക്കും. കായികമന്ത്രി V അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1925 നവംബർ 19 മേൽമുറി ALP സ്കൂൾ സ്ഥാപിതമായത്. കുറുവാൻതൊടി കുഞ്ഞുണ്ണി എഴുത്തച്ഛനായിരുന്നു സ്ഥാപക മാനേജർ. പിന്നീട് CK മേനോൻ, ശ്രീധര മേനോൻ, അഴകൻ കണ്ടത്തിൽ മൊയ്തുട്ടി ഹാജി എന്നിവർ മാനേജർമാരായി. ആധുനിക സൗകര്യങ്ങളോടെ ഇന്ന് കാണുന്ന പുതിയ കെട്ടിടം നിർമ്മിച്ചത് മാനേജർ AK മുഹമ്മദ് അലിയും മാനേജിംഗ് പാർട്ണർ KP മുഹമ്മദ് അലിയും ചേർന്നാണ്. 5000-ലധികം കുട്ടികൾ ഇവിടെ നിന്ന് വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്
അധികൃതർ പറഞ്ഞു. വൈകിട്ട് 6 നടക്കുന്ന പരിപാടിയിൽ മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷത വഹിക്കും. കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം MP നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പൂർവ്വ അധ്യാപകരെ ആദരിക്കും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർക്കുള്ള ആദരം നൽകും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മേൽമുറി ALP സ്കൂളിൻ്റെ 100ാം വാർഷികവും അതോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും നാളെ മെയ് 24-ന് 6 മണിക്ക് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി. അബ്ദുറഹ്മാൻ നിർവഹിക്കുമ്പോൾ പാലക്കാടിൻ്റെ പ്രിയങ്കരനായ MP ശ്രീ VK ശ്രീകണ്ഠൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. സ്കൂൾ മാനേജർ AK അലി, പ്രധാനാധ്യാപകൻ AK ജമാൽ, സ്വാഗത സംഘം ഭാരവാഹികളായ MC അസീസ്, സുരേഷ് സത്യാലയം, അധ്യാപകരായ KS ഷഫീദ, P. താഹിറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പിയിൽ ലഹരിക്കെതിരെ DYFI ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കും. മെയ് 24-25 തീയതികളിൽ ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങളെന്ന് DYFI ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്താകെ DYFIയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന സന്ദേശമുയർത്തി DYFI പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നത്. KL 52 DYFI ക്രിക്കറ്റ് ലീഗ് സീസൺ 1 എന്ന പേരിൽ മെയ് 24-25 തീയതികളിൽ പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ. 2 ദിവസങ്ങളിലായി താലൂക്കിലെ 12 ടീമുകൾ IPL ഓപ്ഷൻ മാതൃകയിൽ 24 ഐക്കൺ താരങ്ങളടക്കം 156 കളിക്കാരെ തിരഞ്ഞെടുത്താണ് കളിക്കളത്തിലേക്ക് ഇറക്കുക. 24-ന് രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 25-ന് വൈകിട്ട് സമാപന സമ്മേളനം മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് പ്രൈസ് മണിയും ട്രോഫിയും സമ്മാനിക്കും. പ്രദേശത്ത് ആദ്യമായാണ് ഇത്തരമൊരു ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നതെന്ന് DYFI പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. DYFIയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ ലഹരിക്കെതിരായ വലിയ ക്യാമ്പയിനുകൾ നടന്നു വരുന്നു. ജാഗ്രതാ സദസ്സുകളടക്കം, വീട്ടുമുറ്റ സദസ്സുകളടക്കം, ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന പേരിൽ കായിക മത്സരങ്ങളടക്കം നിരവധി പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നു. പട്ടാമ്പിയിലും ബ്ലോക്ക് തലത്തിൽ ജാഗ്രതാ പരേഡ്, അതുപോലെ മേഖലാടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികളുടെ രൂപീകരണം, യൂണിറ്റുകളിൽ വീട്ടുമുറ്റ സദസ്സുകൾ, പെരുന്നാളിൻ്റെ സമയത്ത് ലഹരിക്കെതിരായിട്ടുള്ള ഇഫ്താർ മീറ്റ്, ഇഫ്താർ സംഗമം, ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തി നാളെയും മറ്റന്നാളും മെയ് 24-25 തീയതികളിലായി പട്ടാമ്പി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് വാർത്താസമ്മേളനത്തിൽ AN നീരജ്, PR രജീഷ്, K റോഷൻ, KP മുഹമ്മദ് ഹാസിർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാറ്റലി ED സകല പരിധിയും വിടുന്നതായി സുപ്രീം കോടതി കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ഫെഡറൽ ഘടന പൂർണ്ണമായും ലംഘിക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെന്നും പരമോന്നത നീതിപീഠം നിരീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസി ഫെഡറൽ ഘടന ലംഘിക്കുന്നുണ്ടോ? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ED ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കൊട്ടേഷൻ സംഘമായി അധപ്പതിച്ചിരിക്കുകയാണ്. ഈ നിലപാടിന് മാറ്റം വരുത്തുവാൻ സുപ്രീം കോടതിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. സുപ്രീം കോടതിയുടെ ഈ നിലപാട് രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷാപൂർവമാണ് കാണുന്നത്. ഇന്ത്യയിലെ ഏതൊരു യഥാർത്ഥ ജനാധിപത്യ വിശ്വാസിക്കും ആശ്വാസം നൽകുന്ന, അഭിമാനിക്കാവുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ് സുപ്രീം കോടതി ED വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. ED എന്നുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നതിന് പകരം എമർജൻസി ഡിസ്ട്രാക്റ്റ് എന്ന തരത്തിലാണ് മോഡി EDയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സംസ്ഥാനത്തിലെ ഇലക്ഷൻ നടക്കുമ്പോഴോ
അല്ലെങ്കിൽ പൊതു ഇലക്ഷൻ നടക്കുമ്പോഴോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാർക്കെതിരെ പലതരത്തിലും 90% കള്ളക്കേസുകൾ ചുമത്തുന്ന രീതിക്ക് ഇഡി BJPയുടെ ഒരു രാഷ്ട്രീയ സംഘടനയായി അധപ്പതിപ്പിച്ചിരിക്കുന്നു. ഇതിനെതിരെ വളരെ സത്യസന്ധമായ ഒരു വിലയിരുത്തൽ സുപ്രീം കോടതി നടത്തി എന്നുള്ളത് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ED, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ൻ്റെ നടപടി പരിധി വിട്ടുകൊണ്ടുള്ളതാണെന്നും ആ പരിധി ഫെഡറൽ ഘടനയുടെ പൂർണ്ണമായി ലംഘിക്കുന്നതാണെന്നുമായിരുന്നു നിരീക്ഷണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ EDയെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തികൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ തങ്ങളുടെ വരുതിയിൽപ്പെടുത്തുന്നതിന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരുതിയിൽപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി EDയെ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ED ഒരു നല്ല ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു നല്ല അന്വേഷണ ഏജൻസിയാണ്. പക്ഷേ ആ ഏജൻസിയെ ദുരുപയോഗപ്പെടുത്തുന്ന നടപടിക്രമങ്ങളുമായി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളായി ആ രീതിയിലുള്ള അവരെ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും തൻ്റെ വരുതിയിൽപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണവുമായും അവർ ഉപയോഗിക്കുന്നു എന്ന ഒരു ധ്വനി അല്ലെങ്കിൽ ഒരു വിശ്വാസം സാധാരണ ജനങ്ങളിൽ വന്നിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളെ വട്ടം കറക്കി കൈക്കൂലി നൽകാൻ നിർബന്ധിതരാക്കുന്ന ചില ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. രഹസ്യ സ്വഭാവമുള്ളതിനാൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാകില്ല. ഷർണൂർ ഇനി അതിദാരിദ്ര്യമുക്ത നഗരസഭ അഭയകേന്ദ്രം നാടിന് സമർപ്പിച്ചു. വാണിയംകുളത്ത് ഉത്സവാന്തരീക്ഷത്തിൽ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം. കേരളശ്ശേരിയിൽ ഭവന പദ്ധതി താക്കോൽദാനം. വേടനെതിരെ വീണ്ടും BJP. പ്രധാനമന്ത്രിയെ അവഹേളിച്ചെന്നാരോപിച്ച് ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകി. പാട്ടിലൂടെ നരേന്ദ്രമോദിയെ അവഹേളിച്ചെന്നാരോപിച്ച് NIAയെ സമീപിച്ചത് പാലക്കാട് നഗരസഭ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാർ. ഒറ്റപ്പാലത്ത് തെരുവുനായ ആക്രമണം. മായനൂർ പാലത്തിൽ പ്രഭാത സവാരിക്കിറങ്ങിയ 3 പേരെ കടിച്ചു കീറി. ഒരാളുടെ നില ഗുരുതരം. വടക്കാഞ്ചേരിയിൽ ഇരുചക്രവാഹനവും ലോറിയും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. പാലിയേക്കരയിൽ റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്ന് ലോറിയിൽ കടത്തിയ 124 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. കോയമ്പത്തൂരിലെ വ്യവസായിയെ കബളിപ്പിച്ച് 3 കോടി തട്ടിയെടുത്ത സംഭവത്തിൽ മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമ അറസ്റ്റിൽ. സമൂഹമാധ്യമത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അവഹേളിച്ച ഷർണൂരിന്റെ RSS പ്രവർത്തകൻ റിമാൻഡിൽ. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന BMS. നികുതിയുടെയും ഇന്ധനത്തിന്റെയും പേരിൽ തൊഴിലാളികൾ കൊള്ളയടിക്കപ്പെടുന്നു. പാലക്കാട്ട് കേരള പ്രദേശ് മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനം. ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ഓങ്ങല്ലൂരിൽ. ഡെങ്കിപ്പനിക്കെതിരെ കടുത്ത ജാഗ്രത അനിവാര്യമായ സന്ദർഭമാണിതെന്ന് മുഹമ്മദ് മുഹസിൻ MLA. പരിസര ശുചീകരണം പരമപ്രധാനം. പൂർവ്വകാല പ്രതാപം വീണ്ടെടുക്കാൻ ഒരുങ്ങി പറളി പഴയ പാലം. ബ്യൂട്ടി കോങ്ങാട് പദ്ധതിയിൽ പാലം സംരക്ഷിക്കാനും സൗന്ദര്യവൽക്കരിക്കാനും സർക്കാർ 1 കോടി അനുവദിച്ചു. 1752 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലത്തിന് ഇത് പുനർജന്മം. കൊപ്പം CHCയിൽ പാലിയേറ്റീവ് ഭിന്നശേഷി കെട്ടിടത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. പുതിയ കെട്ടിടം നിർമ്മിക്കുക. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 99 ലക്ഷം രൂപ ചെലവിൽ. നിർമ്മാണ ചുമതല പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.